ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ഒരു തികഞ്ഞ സ്നേഹം സകല ഭയത്തിൽ നിന്നും നമ്മെ പുറത്താക്കി ധൈര്യത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കുന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. കർത്താവെ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആലോചന ഞങ്ങളെ അറിയിപ്പിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യമാണ്, ഞങ്ങളുടെ ഭാരങ്ങൾക്ക് വിടുതലാണ്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും മാറ്റി എഴുതുവാൻ കഴിയുന്ന ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും, ബലപ്പെടുത്തും. ഇൻ ജീസസ് മൈറ്റി നെയിം വി പ്രേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. 16 മുതലുള്ള അധ്യായങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈ അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും 4 ക്യാരക്ടറുകളെ നമുക്കവിടെ കാണുവാൻ കഴിയും. 4 വ്യക്തിത്വങ്ങളെ ബൈബിൾ അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതിലൂടെ അല്പം ഒന്ന് മുഖവരയായിട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആഹാബ് എന്ന് പറയുന്നൊരു രാജാവിനെ കാണുവാൻ കഴിയും. ബൈബിൾ നമ്മളോട് പറയുന്നു, മുമ്പുണ്ടായിരുന്ന സകല രാജാക്കന്മാരെക്കാളും ഏറ്റവും അധികം ദോഷം യഹോവയുടെ നാമത്തിൽ അല്ലെങ്കിൽ നാമത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ദോഷം പ്രവർത്തിച്ച ഒരു രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു മോസ്റ്റ് വിക്കഡ് ആയിട്ടുള്ള ഒരു രാജാവ്, കമ്പയറിങ് ടു ഓൾ അതർ കിങ്സ്, നമുക്കവിടെ കാണുവാൻ കഴിയും. അദ്ദേഹത്തിന് ഒരു വൈഫുണ്ട്, ജെസബേൽ. അതിലും വലിയ മോർ വിക്കഡ്. ജെസബേലിൻ്റെ പേര് തന്നെ ഒരു ഈവിൾ, ഒരു ഡീമൺ അല്ല ഡെവിളിനോട് താരതമ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നത് ഏലിയാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും, യഹോവയുടെ ശക്തനായൊരു പ്രവാചകൻ. ഈ 3 ക്യാരക്ടേഴ്സും അവിടെ നിൽക്കിയേ എനിക്ക് മറ്റൊരു ക്യാരക്ടറിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ പേര് ഒബദ്യാവെന്നാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ, ആകയാൽ ആഹാബ് തൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ഏറ്റവും വിക്കഡായിട്ടുള്ള ഒരു സാഹചര്യം, തനിക്ക് ഒരു വിക്കഡായിട്ടുള്ള രാജാവ്, അതുപോലെ തന്നെ ഒരു വളരെ പൈശാചികം നിറഞ്ഞ ഒരു രാജ്ഞി, യഹോവയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം അവിടെ ഒരു മനുഷ്യനെ ആക്കിയിരിക്കുന്നു ഗ്രഹവിചാരകനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗവർണറായിട്ട്. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയായിട്ട് നമുക്കവിടെ കാണുവാൻ ആരെയാണ് കഴിയുന്നത്? ഓബദ്യാവിനെ. എന്തുകൊണ്ട്? ദൈവം അവിടെ ആക്കിയ മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി അവിടെ നേരോടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യഹോവയിങ്കൽ ഭക്തനായിരുന്നു എന്നല്ല അങ്ങനെ എഴുതിയേക്കുന്നത്, യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. നമുക്കറിയാം ആഹാബിൻ്റെ അന്ത്യം, അല്ലെങ്കിൽ ഇസബേലിൻ്റെ അന്ത്യം നമുക്കറിയാം. ഒരു പട്ടി, നായ അവളുടെ ശരീരത്തെ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള ഒരന്ത്യം ഒരു രാജ്ഞി എന്ന നിലയിൽ ഒന്നും ലഭിക്കാതെ ഇസബേലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാം. എന്നാൽ അതിൻ്റെ മധ്യേ നമുക്ക് ഒരു ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവിനെ ഈ ആഹാബും ജെസബേലും വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇതിൻ്റെ എല്ലാം സാഹചര്യങ്ങളുടെ മധ്യേ ശക്തമായി നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ നമുക്കവിടെ കാണുവാൻ കഴിയും, ഒബദ്യാവ്. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ, നാം ആയിരിക്കുന്ന സാഹചര്യം നമുക്ക് അനുകൂലമല്ലായിരിക്കാം. ചിലർ പറയും, ഒരിക്കലും ഒരാൾ ഒരു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥനാ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവമൊക്കെ ഒന്ന് ഏൽക്കാതെ, അല്ലെങ്കിൽ അതിനോട്
ഇടപെടാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യുക, എന്നാൽ ഞാൻ നിങ്ങൾ മരിച്ചു പോകാനായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഡു യു വാണ്ട് മീ ടു പ്രേ ടു ഡൈ? ദെൻ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സ്ഥലം, എന്നാൽ ഈ ദൈവദാസൻ, മൺമറഞ്ഞു പോയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്, അദ്ദേഹം ആ വ്യക്തിയോട് പറയുകയുണ്ടായി, അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗത്തിൽ ചെല്ലണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം പൈശാചിക ശക്തികൾ നമ്മുടെ നേരെ എതിർത്ത് വരും. കാരണം 2 കൊരിന്ത്യർ 4:4 പറയുന്നുണ്ട്, ഡെവിൾ ഈസ് ദ ഗോഡ്, സ്മോൾ ജി, ഗോഡ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ ഈ പിശാചിൻ്റെ ഒരു അടിമത്വം അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ പിശാച് ഭരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. പിശാചിൻ്റെ സകല പ്രവൃത്തികളും നമുക്ക് ചുറ്റുമുണ്ട്. പിശാചിനെ ഈ ലോകത്തിൻ്റെ പ്രഭു അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് ഈ തിരുവചനം തന്നെ നമ്മളോട് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെവിളിനെ ചേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആവശ്യമില്ലാതെ അന്യദൈവത്തിൻ്റെ നാമം പോലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നാം ആരാണെന്ന് തിരിച്ചറിയണം. ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും പലവിധത്തിലുള്ള പൈശാചിക തന്ത്രങ്ങളൊക്കെ നമ്മുടെ നേരെ വന്നെന്നാലും ഒരു ജയാളിയായ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ജീവിതം മാറി മറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ, therefore if anyone ഈസ് ഇൻ ക്രൈസ്റ്റ്, എനിവൺ, ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചതോ ഏത് റിലീജിയനിൽപ്പെട്ട ആളോ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയാണ്, ഒരു ബ്രാൻഡ് ന്യൂ വ്യക്തിയാണ്. ദൈവരാജ്യത്തിൽ, ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗോഡിൽ ജനിച്ച് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് എന്നെയും നിങ്ങളെയും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരിക്കലും പിശാചിനെ നമ്മൾ ബോസ്റ്റ് ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ അന്ന് പണ്ട് തൊട്ടേ ആരാധന ഇഷ്ടമാണ്. ദൈവത്തോട് സമത്വം കാണിക്കുവാനും താനെന്തോ, ചിലരങ്ങ് പിശാച് എന്ന് പറയുമ്പം അങ്ങ് വലിയ സന്തോഷമാണ്. കണ്ണടയ്ക്കുമ്പം എനിക്കറിയാം പല പ്രീച്ച് ചെയ്യുന്നവർ പലരും കണ്ണടയ്ക്കുമ്പോഴേ അവർ കാണുന്ന ജസബേലിനെ കാണുന്നു, കണ്ണടയ്ക്കുമ്പം അവർ ഏഹാബിനെ കാണുന്നു, കണ്ണടയ്ക്കുമ്പോൾ അവർ മൊത്തം ഈവിൾ സ്പിരിറ്റിനെ കാണുന്നു. ഞാനൊരിക്കൽ ചോദിച്ചു, ഇവരാരും കണ്ണടയ്ക്കുമ്പോൾ യേശുവിനെ കാണുന്നില്ലേ? ഇവരാരും കണ്ണടയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണുന്നില്ലേ? ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നില്ലേ? ബൈബിൾ പറയുന്നു, ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നോ വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് ഷാൽ എവർ പ്രോസ്പർ. ബൈബിളിൻ്റെ പ്രോമിസാണ്. അപ്പോൾ ബൈബിൾ പറയുന്നത് ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങൾ, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്, ഭ്രമിച്ച് നോക്കരുതെന്ന് പറയുന്നു. അപ്പോൾ നാം എപ്പോഴും ഭയം വരത്തില്ലെന്നല്ല, പ്രതികൂലം വരത്തില്ലെന്നല്ല, എപ്പോഴും ഇങ്ങനെ ഡെലിവറൻസ് പറഞ്ഞ് നടക്കുമ്പോൾ ഡെലിവറൻസ് ആവശ്യമുള്ളവരുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും ഈ ഡെലിവറൻസിന് എന്നും ഒരേ ആളുകൾ തന്നെ പോകുന്നു. ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവരുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇവിടെ അത്രേ ഫെയ്ത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന സകല ഉയർച്ചകളും നാം പിടിച്ചടക്കണം. ആ ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായില്ലെങ്കിലും കൂട്ടായ്മയ്ക്ക് യോഗത്തിനൊക്കെ പോകാം, പക്ഷെ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും. നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മനുഷ്യനെയാ പുറമേയുള്ള ബോഡിയിൽ നമ്മൾ കാണുന്നത്, എന്നാൽ അവൻ്റെ അകത്തൊരു ഭയങ്കര രൂപാന്തരം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഓരോ ദിവസവും അവനതിനെ ഡെവലപ്പ് ചെയ്യുന്നത് കാണുവാൻ കഴിയും. എങ്ങനെ? റൈച്ചസ്നെസ്, നീതീകരണം, അത് ദൈവത്തിൻ്റെ നീതീകരണമാണ്. ആ റൈച്ചസ്നെസ് നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കുവാനോ പറ്റത്തില്ല. അത് ക്രിസ്തുവിൻ്റെ നീതീകരണം, ക്രിസ്തുവിൻ്റെ റൈച്ചസ്നെസ് നമ്മൾ ഫെയ്ത്തിൽ റിസീവ് ചെയ്യുകയാണ്. അതത്ര റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റിസീവ് ചെയ്യണം. എന്നാൽ ഫെയ്ത്ത് എന്ത് ചെയ്യണം? ഒരു മെഷർ ഓഫ് ഫെയ്ത്ത് എല്ലാവർക്കും ഉണ്ട്. ഒരാൾ പറയും എനിക്ക് ഫെയ്ത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നാം വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടും, ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പോൾ ആ ഫെയ്ത്ത് ഇല്ലാത്ത ഒരാൾ ക്രിസ്ത്യൻ അല്ല. വീണ്ടും ജനിച്ച ഒരാൾ പറയുക ഫെയ്ത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്, സംതിങ് റോങ്. എന്നാൽ വീണ്ടും ജനിച്ചൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ട്. പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഫെയ്ത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഫെയ്ത്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം.
ദൈവത്തിൻ്റെ വചനം പരിശോധിക്കണം. ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് യാതൊരു റൈറ്റുമില്ല. എന്നാൽ അത് നമ്മൾ ദൈവത്തിൻ്റെ വചനം അത് പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കണം. ഇപ്പോൾ ചിലർ പറയും, പ്രാർത്ഥിക്കുമ്പം പറയും ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ സൗഖ്യം വരട്ടെ എന്ന്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് സൗഖ്യം തരിക എന്നുള്ളത് തന്നെയാണ്. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. പക്ഷെ നമ്മളത് എത്രമാത്രം വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. See, faith is our part, but grace is God's part. ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കുക. അതിനപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും ലഭിക്കും. മർക്കോസ് 11:22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് നീങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ ആ മല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തോട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. അതിനെ നീക്കുവാനുള്ള പവർ, അതോറിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മളെ ദൈവം നീതീകരിച്ചു. ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? ദൈവം നമുക്ക് പക്ഷമായി തീർന്ന നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇങ്ങനെയുള്ള നല്ല നല്ല വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ വചനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ജയിച്ച് ജീവിക്കുവാൻ കഴിയും. എൻ്റെ വാക്കുകൊണ്ടല്ല, ബൈബിൾ എന്ത് പറയുന്നോ അത് നിങ്ങൾ വിശ്വസിക്കുക. ബൈബിൾ വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക, അരുതാത്ത വഴികളിൽ നിന്ന് മാറി നിൽക്കുക. പിശാച് ലൂസായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് വന്നിട്ട് പിന്നെ പറയും, ഞാൻ ഐ വാസ് അറ്റാക്ഡ്. എന്തിനവിടെ പോയി? പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ഒരു ദൈവവൈതല പല സ്ഥലങ്ങളിലും പോകരുത്. കാരണം നമ്മളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം അംബാസഡേഴ്സാണ്. നമുക്കറിയാം, ഒരു അംബാസഡർ എവിടെ ഇരിക്കേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ ഇരിക്കേണ്ടത് മറ്റേ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലൊന്നുമല്ല. ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് പോയേക്കാം. എന്നാൽ അദ്ദേഹത്തിന് ഇരിക്കുവാനും താമസിക്കുവാനും ഒക്കെ സ്ഥലം അദ്ദേഹത്തിൻ്റെ രാജ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംബാസഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മേൽ ദൈവത്തിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ട്. ലോകം കളിയാക്കിക്കോട്ടെ, ലോകം എന്തും ചിന്തിച്ചോട്ടെ, ഈ ലോകം ഇത് കാണുന്നത് മുഴുവൻ ഒഴിഞ്ഞു പോകും. ഈ കളിയാക്കുന്നവരും ഈ പകയ്ക്കുന്നവരും ഈ ഉപദ്രവിക്കുന്നവരും നോക്കി നിൽക്കെ ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടും. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ ബൈബിൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. റഷ്യയും ഇറാനും പേർഷ്യയും അവർക്കെതിരായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഓർക്കണം, ഒരു വശത്തുകൂടി ലോകം നമ്മളെ ചതിക്കും. പിശാച് ചെയ്യും? നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാറ്റിക്കളയും. മറ്റുള്ള എൻ്റർടൈൻമെൻറ്റിലേക്ക് നമ്മളെ മാറ്റിക്കളയും. ഇവിടെ ഒരു ശക്തമായ ഒരു കാര്യം സംഭവിക്കുവാൻ പോകുകയാണ്. യേശു കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. എന്നാൽ പ്രൈസ് ഗോഡ്, നമ്മൾ ഇളകി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തല ഉയർത്തുവാൻ അത്ര ദൈവം പറഞ്ഞിരിക്കുന്നത്. കാഹളം നമ്മൾ കേൾക്കും. ആമേൻ. നാഥനെ നമ്മൾ കാണും. വാനമേഘ തേരിൽ നമ്മൾ യേശുവിൻ്റെ കൂടെ പോകും. നാം രക്ഷിക്കപ്പെട്ടവരാണ്. ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവരാണ്. നാം ഈ ലോകത്തിനുള്ളവരല്ല. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നാം ഈ ലോകത്തിനുള്ളവരല്ല. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. യേശു തൻ്റെ രക്തം കൊടുത്തു മേടിച്ചതാണ് നമ്മളെ. ആ കർത്താവും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ നാം നിരന്തരമായിട്ട് അതിനൊരു എക്സസൈസ് ചെയ്യണം. ശരിയാണ്, എല്ലാവരും ജിമ്മിലേക്ക് ഓടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ലോകത്തിലെ നമ്മുടെ ഈ ബോഡിക്ക് വേണ്ടി. എന്നാൽ ഇതിൻ്റെ അകത്തെ മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിൽ ആരാണ് എന്ന് തിരിച്ചറിയണം. നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. റോമൻസ് 8:1-2 പറയുന്നുണ്ട്, there is therefore now no condemnation for those who are in Christ Jesus, who walk not after the flesh but after the Spirit. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ഈ ലോകത്തിൻ്റെ ഫ്ലഷിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചല്ല ജീവിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആത്മീയൻ. ആസ്മിനിയാസ് ആർ ലെഡ് ബൈ ദ ഹോളി ഗോസ്റ്റ്, ദേ ആർ ദ സൺസ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിന്യൂ യുവർ മൈൻഡ്. റോമർക്ക് എഴുതിയ ലേഖനം 12-2 പറയുന്നുണ്ട്, ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്, but be transformed by the renewing of your mind, that you may prove that what is good and acceptable and perfect will of God. ദൈവത്തിൻ്റെ ഹിതം
അറിയാൻ വേണ്ടി പ്രവാചകന്റെ അടുത്തോട്ട് ഓടേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന വിശ്വാസി, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിരിപ്പുണ്ട്. ആമേൻ. പ്രവചനം ഇല്ലെന്നല്ല, പ്രവചനം നിന്നുപോയെന്നല്ല, എന്നാൽ പ്രൈസ് ഗോഡ്, എനിക്കും നിങ്ങൾക്കും ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ, നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുവാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഷോർട്ട് കട്ടുകളിലേക്ക് പോകുന്നത്. ഒരു ഷോർട്ട് കട്ടും ഇതിനില്ല. ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുന്നവനാ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. ഇതത്രേ നമ്മുടെ GPS, ഇതത്രേ റോഡ് മാപ്പ് ടു ഹെവൻ. അപ്പോൾ നമുക്ക് ശക്തമായിട്ട് എന്ത് പറയണം? പഠിക്കണം. നമ്മൾ ഫെയ്ത്ത് പഠിക്കണം. ഈ അന്ത്യകാലത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു സബ്ജക്റ്റാണ് ഫെയ്ത്ത്. കാരണം വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഈ ബൈബിൾ എന്തു പറയുന്നോ അത് വിശ്വസിക്കുക. നമുക്കൊരു വലിയ കവനൻ്റ് ഉണ്ട് ദൈവമായിട്ട്. പുതിയ നിയമത്തിനേക്കാൾ ഒരു ബെറ്റർ കവനന്റ്, ഒരു ബ്ലഡ് കവനന്റ് നമുക്ക് യേശുവുമായിട്ടുണ്ട്. എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. There are no shortcuts. There is no magical formula for renew your mind. We must fill our minds with God's word. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. അപ്പോൾ കർത്താവ് അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? യോഹന്നാൻ 17:17 sanctify them in the truth. Your word is truth. ദൈവത്തിൻ്റെ വചനമാണ് ട്രൂത്ത്. ദൈവത്തിൻ്റെ വചനം ദൈവമാണ്, ദൈവം യേശുവാ. ഹല്ലേലൂയ. അതെങ്ങനെ നമുക്ക് മനസ്സിലാകും? 1 യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ത്രിയേക ദൈവത്തെ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈസ് ജീസസ് ഗോഡ് എന്നൊരാൾ ചോദിച്ചാൽ ശരിക്കും ബൈബിൾ പഠിച്ചൊരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, ജീസസ് ഈസ് എ റീസൺ ഫോർ ദ ബൈബിൾ. ജീസസ് ഈസ് എ റീസൺ ഫോർ ദ ബൈബിൾ. ആമേൻ. അത് മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ട്രിനിറ്റി ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ആമേൻ. കർത്താവ് ചോദിച്ചു, ശിഷ്യന്മാർ തന്നെ ചോദിക്കാറുണ്ട്, നീ ആരാകുന്നു ചോദിച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയും ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. അപ്പോൾ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. കർത്താവ് പറഞ്ഞില്ല, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞില്ല. കാരണം ഈ നിൽക്കുന്നത് സാക്ഷാൽ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജീവൻ നൽകി, തൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരുത്തി. അവൻ്റെ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ മായ്ച്ചു കളഞ്ഞു. നാം ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നമ്മളെ മാറ്റുവാനുള്ള ഒരു പ്രക്രിയയിൽ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാചിനും നമ്മൾ ഇടം കൊടുക്കരുത്. ഫിയർ കംസ് ഫ്രം ഈവിൾ. ഭയം വരുന്നത് പിശാചിനാലാണ്. ഭയമുള്ളവൻ പർവ്വതം വിട്ടു പോകട്ടെ. അന്യദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ എടുക്കരുത്. നീ ശരിക്കും ആത്മാവിൽ നടന്നാൽ നീ പോകുന്നിടത്തുനിന്ന് പിശാച് അലറി ഓടും. നീ ഏത് കൂരിരുട്ടുള്ള സ്ഥലത്ത് കാലുകുത്തിയാലും അവിടെ ഒരു വലിയ വെളിച്ചം പ്രകാശിക്കും. കാരണം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒരു പൈശാചിക ശക്തിക്കും നമ്മളെ തടയുവാനോ തോൽപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ എങ്ങനെയാണ് ജയിക്കുന്നത്? നമ്മുടെ ഫെയ്ത്തിനെതിരെ ഇത് പോരാടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു. അല്ലേ, ആ ഒരു നല്ല ഫൈറ്റ്. അപ്പോൾ എല്ലാ ദൈവമക്കൾക്കും ഒരു ഫൈറ്റ് ഉണ്ട്. എന്തിനു നേരെ? അവരുടെ വിശ്വാസത്തിൻ്റെ നേരെ. മൈൻഡിൽ ആ ഫൈറ്റ് വരും. എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേർഡ് ഓഫ് ഗോഡ് വേണം. നമ്മൾ എത്ര പ്രവചനം കേട്ടാലും, എത്ര പാസ്റ്റർമാരുടെ അടുക്കൽ പോയാലും, അച്ഛന്മാരുടെ അടുക്കൽ പോയാലും ഒന്നും ഇത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി സീക്ക് യു വിൽ ഫൈൻഡ്. കർത്താവിനോട് ചോദിക്കുക. എല്ലാത്തിനും ഉത്തരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. എല്ലാ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ബൈബിളിലുണ്ട്. ഇത് വായിക്കണം, ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ ദൈവത്തിനും കൊടുത്ത് ജീവിക്കണം. അതത്രേ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്റ്റാൻഡ് ഇൻ യുവർ ഫെയ്ത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ഓബദ്യാവ് ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും യഹോവയിങ്കൽ മഹാഭക്തരായി യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുവാൻ, ആത്മശക്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. നാം അതൊന്ന് തിരിച്ചറിയണം. ഫിലിപ്പിയൻസ് 3-ാം അധ്യായം തൊട്ട് നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ബ്രദറൻ, ഐ ഡു നോട്ട് കൗണ്ട് മൈസെൽഫ് ടു ഹാവ് അപ്രിഹെൻഡ്, ബട്ട് വൺ തിങ് ഐ ഡു, forgetting those things which are behind and reaching forward to those things which are ahead, I press toward the goal for the prize of the upward call of God in Christ Jesus. ആ ഒരു പരമവിളിയുടെ ലാക്കിലേക്ക് താൻ ഓടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ആൾക്കാർ അവർ തന്നെത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അവരുടെ ചിന്തകൾ അവരെ ലിമിറ്റ് ചെയ്യുന്നു. മനുഷ്യൻ്റെ ചിന്തകൾ അവരെ ലിമിറ്റ് ചെയ്യുന്നു. കേൾക്കുന്ന പ്രസംഗങ്ങൾ അവരെ ലിമിറ്റ് ചെയ്യുന്നു.
അന്ധകാരമായിട്ട് പ്രസംഗങ്ങൾ പോലും മാറുന്നു. ഒരല്പം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുന്നവരെ തടയുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം ഓർക്കണം, യേശു കർത്താവിൻ്റെ വരവിങ്കിൽ തന്നെ ലോകത്തിലേക്ക് വന്ന സന്ദേശം ഇതാണ്: സകല ജഡത്തിനും ഉണ്ടാകുവാനുള്ള, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്ത് എഴുന്നേൽപ്പിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു വിജയത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവമൊക്കെ കാൽവറി ക്രൂശിലും കർത്താവ് പിശാചിൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ളതായിരുന്നു. ആമേൻ. അത് നമ്മൾ മനസ്സിലാക്കി, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നാം ജീവിക്കണം. ഒരിക്കലും സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റിയിൽ ജീവിക്കരുത്. നമുക്ക് നമ്മെ തന്നെ നശിപ്പിക്കുവാൻ കഴിയും. ആ ഏറിയയിലേക്ക് പോകരുത്. മറിച്ച് ഹല്ലേലൂയ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുക. ആമേൻ. ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുക. ഒരു ഇസബേലിനും ഹല്ലേലൂയ, ഒരു ആഹാബിനും ഒരു ദുഷ്ടശക്തികൾക്കും നമ്മളെ തൊടുവാൻ പറ്റത്തില്ല. ആമേൻ. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രൈസ് ഗോഡ്. യേശു നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതമാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ മിറക്കിളുകൾ നടക്കും. ആമേൻ. ബന്ധനങ്ങളുണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറും. ചങ്ങലകൾ അത് അഴിഞ്ഞു മാറും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ ദൈവം തകർത്ത് കളയും. കാരണം യേശുവിൻ്റെ നാമം ഒരു സൂപ്പർ നാച്ചുറൽ പവർഫുൾ നെയിമാണ്, ജീസസ് ക്രൈസ്റ്റ്. ആ നാമം മാത്രമല്ല, ഒരു അതോറിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പോലീസുകാരന് ഒരു അതോറിറ്റി ഉണ്ട്. അവനെ കൈ കാണിച്ച വണ്ടികൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ പിന്നിൽ അവൻ്റെ കയ്യിലൊരു അതോറിറ്റിയും അവൻ്റെ പിന്നിൽ ഒരു ബാക്കപ്പായിട്ട് ഒരു സൈന്യവുമുണ്ട്. ആമേൻ. അല്ലെങ്കിൽ ഇത്രയും വണ്ടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല നിർത്തുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പലപ്പോഴും ഈ വിശ്വാസം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല, ദൈവമൊക്കെ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം പ്രസംഗിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആമേൻ. ഈ ബൈബിൾ വിശ്വസിക്കുക. ബൈബിൾ പറയുന്നു, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം തീർത്തു തരും. അത് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണോ, അത് രോഗത്താലുള്ള ബുദ്ധിമുട്ടാണോ, അത് പാപത്താലുള്ള ബുദ്ധിമുട്ടാണോ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അത് മാനസിക ബുദ്ധിമുട്ടാണോ, അത് ശാരീരിക ബുദ്ധിമുട്ടാണോ, അത് മുഴുവൻ തീർത്തു തരുവാൻ ക്രിസ്തുയേശുവിൽ കഴിയുന്ന ഒരു ദൈവത്തെ അത്രേ നാം സേവിക്കുന്നത്. നാം അത് തിരിച്ചറിയണം. നാം കല്ലിനെയും മണ്ണിനെയും അല്ല സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. ആ അത്ഭുത ശക്തി, ദാറ്റ് മൈറ്റി power is touching people right now. ഞാനത് വിശ്വസിക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. കാരണം എൻ്റെ കഴിവല്ല, യേശുവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും. and his name is above all other names. എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. ആമേൻ. ഡിപ്രസ്ഡ് ആയിട്ട് ജീവിക്കരുത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ആ ഒരു ഡിഫീറ്റ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകരുത്. 3 തരം ക്രിസ്ത്യൻസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഡിഫീറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ്. രണ്ടാമത്തെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും, മിലിറ്റന്റ് ക്രിസ്ത്യൻസ്. എന്നാൽ മൂന്നാമതൊരു കൂട്ടരെ കാണുവാൻ കഴിയും, ട്രയംഫന്റ് ക്രിസ്ത്യൻസ്, ജയാളികളായ ക്രിസ്ത്യൻസ്. അവർക്കറിയാം, ദേ ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ദേ ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. ആമേൻ. അവർക്ക് ആ സ്വസ്ഥതയുള്ള, അവർക്കറിയാം എന്ത് സംഭവിച്ചാലും അവർക്കറിയാം ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. എന്തില്ലായ്മകൾ വന്നാൽ അവർക്കറിയാം ഗാഡ് ഈസ് മൈ സോഴ്സ്. അതത്തെ ട്രസ്റ്റ്. ഹല്ലേലൂയ. ആ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. യഹോവയിൽ തന്നെ ആമേൻ നാം വിശ്വസിക്കുവാൻ പറയുന്നു, മറ്റൊന്നിലും ആശ്രയിക്കാതെ, നമ്മുടെ സ്വന്തത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ. ബുദ്ധിമാന്മാരുണ്ട് ഈ ലോകത്തിൽ, ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമുണ്ട്. ദൈവോടെ എന്ന് ചോദിക്കുന്ന വ്യക്തികളുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്. എന്നാൽ ഓർത്തോണം, ഹല്ലേലൂയ, എല്ലാ ചോദ്യത്തിൻ്റെയും ഒരു ഉത്തരം ഒരു മരണത്തോടുകൂടി മനുഷ്യൻ മനസ്സിലാക്കും. അപ്പോൾ അറിയാം എവിടേക്കാണ് പോകുന്നതെന്ന്. ആമേൻ. എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടു, എത്രയോ പ്രാവശ്യം യേശുവിനെ കുറിച്ച് കേട്ടു. സഹോദര, ഇത് ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയൊരു അവസരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക.
നിങ്ങളുടെ പാപത്തോട് ഗുഡ് ബൈ പറ. സിന്ന് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തത്. പാപത്തോട് ഗുഡ് ബൈ പറ. യേശുവിൻ്റെ കൂടെ ജീവിക്കുക. ഇതൊരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ബൈബിൾ പറയുന്നു ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം. അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നവരുടെ, ക്ലബ്ബുകളിൽ പോകുന്നവരുടെ, മദ്യപിച്ച് നടക്കുന്നവരുടെ, അവരുടെ ഭവനത്തിൽ ഇല്ലാത്തൊരു സന്തോഷം ഒരു ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഭവനത്തിലുണ്ട്. കാരണം എന്താണ്? യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. സമാധാനമില്ലാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും വിടുതലും തരുവാൻ യേശുവിന് കഴിയും. ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.